ADGP M.R. അജിത് കുമാറിനെതിരെ അടക്കം പരാതികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഇന്ന് അതെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ ശേഷം ഇനി മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ സലാം പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിലനിന്നു. ഇതിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. പക്ഷേ അതിനുശേഷം ഉത്തരവിറങ്ങിയപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ലഘൂകരിച്ച ഒരു ഉത്തരവാണ് ഇറങ്ങിയത്. ശാലിനി, നമുക്കറിയാം ഇപ്പോൾ ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയ ഒരു അന്വേഷണ ഉത്തരവിലാവട്ടെ M.R. അജിത് കുമാറിനെതിരെ ഉള്ള പരാതികളെന്നോ P. ശശിക്കെതിരെയുള്ള പരാതികളെന്നോ എടുത്തു പറയാതെ ലഘൂകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അന്വേഷണം നടത്താനുള്ള സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഇത്ര കടുത്ത വാക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ PV അൻവർ നൽകിയ പരാതിയിലും ഒരു പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിന്മേൽ അല്ലെങ്കിൽ എത്ര പേജുകൾ അത് പുറത്തു വരും, അതിൽ നിലപാടുകൾ വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ പക്ഷേ അറിയേണ്ട മറ്റൊരു കാര്യം പ്രതികരണങ്ങളാണ്. ഒന്ന്, LDF എടുക്കുന്ന തീരുമാനം എന്താണ്, പ്രതികരണം എന്താണ്, CPM-ന്റെ തന്നെ മറ്റ് നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ്, പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്നു, എല്ലാത്തിനും ഉപരി DGP പോലും കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യമല്ലേ ശാലിനി ഉള്ളത്? വീണ, അത് തന്നെയാണ്. കാരണം എല്ലാ ഒടുവിൽ സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യന് വഴങ്ങി PV അൻവർ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് ഒറ്റ വരിയിൽ പറയാൻ കഴിയുക. കാരണം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ബോംബുകൾ പൊട്ടിച്ച്, അതായത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് കാര്യങ്ങൾ ADGP M.R. അജിത് കുമാറിന് നേരെ അദ്ദേഹം തുറന്നു വിട്ടിരുന്നു. ഓരോ പടക്കങ്ങളും അതീവ ഗൗരവമുള്ള പടക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ എത്തി എഴുതി നൽകുമ്പോൾ അത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാം ലഘൂകരിച്ചുകൊണ്ട് ഇത് വലിയ കാര്യമല്ലാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഇതിനെ തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അതീവ ഗൗരവത്തോടു കൂടി നിലമ്പൂർ MLA ഉന്നയിച്ച പല കാര്യങ്ങൾ, സ്വത്ത് സമ്പാദന കേസ്, ഒപ്പം തന്നെ നിലമ്പൂരിലെ ചില കേസുമായി ബന്ധപ്പെട്ട് ADGP-യുടെ ഇടപെടൽ, സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ, ഒപ്പം തന്നെ സോളാർ കേസിലെ ഇടപെടലുകൾ, തൃശൂർ പൂരം അടക്കം കഴിഞ്ഞ നാളുകളിൽ തൃശൂർ പൂരം ഏറ്റവും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായത് ADGP M.R. അജിത് കുമാർ ആണ് എന്നുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്നിട്ടും അതിൽ കാര്യമായ നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതൊരു സൂചന കൂടിയാണ് ഈ ഉത്തരവുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് തുടക്കത്തിൽ മുഖ്യമന്ത്രി കാണിച്ചൊരു ചൂട്, ആ ചൂട് പിന്നീട് കണ്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയോടുകൂടി കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അത് കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ നിലപാടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ചില നാടകീയതകൾ അതിനിടയിൽ സംഭവിച്ചു. കർക്കശക്കാരനായ മുഖ്യമന്ത്രി ആർക്കൊക്കെയോ വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി നിലപാടുകൾ മയപ്പെടുത്തുന്ന ഒരു സമീപനം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്റെ ഒടുവിലാണ് ഈ ഉത്തരവുകളടക്കം പുറത്തേക്ക് വന്നത്. അന്വേഷണത്തിൽ നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ചുമതലകളിൽ മാറ്റി നിർത്തുമെന്ന് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ADGP M.R. അജിത് കുമാറിനെ അതേ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുക, അദ്ദേഹത്തെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനെതിരെ പരാതിയിൽ അന്വേഷണം നടത്താൻ ഏൽപ്പിക്കുക, അതുമാത്രമല്ല ആരോപണ വിധേയനായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക, പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശി അടക്കമുള്ളവരെ സംരക്ഷിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും ഒരാളെ താൻ കൈയൊഴിഞ്ഞാൽ അത് തനിക്ക് കുരുക്കാകും, അല്ലെങ്കിൽ തനിക്ക് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് അത് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നോണമാണ് ഈ ഉത്തരവുകളും. ഒപ്പം തന്നെ PV അൻവർ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രതികരണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച PV അൻവർ ആണ് ഇപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം മയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നുള്ള സൂചനകൾ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം പറഞ്ഞു, ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് എല്ലാം തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ, ഒരു സഖാവ് എന്ന നിലയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരം പറയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നു, അല്ലെങ്കിൽ എവിടേക്കോ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. വീണ, ശരി ശാലിനി, പുലി പോലെ വന്ന അൻവർ എലി പോലെ മടങ്ങി എന്ന് പറയേണ്ടി വരും. കാരണം ലാൽ സലാം പറഞ്ഞ അദ്ദേഹം പോയി, പറയാനുള്ളതൊക്കെ പറഞ്ഞു, എഴുതി നൽകി, പക്ഷെ തെളിവുകളൊന്നും കൈമാറിയില്ല എന്ന് കൂടി അറിയുന്നു. ഇക്കാര്യത്തിൽ ഇനി പരസ്യ പ്രസ്താവന വേണ്ട എന്ന നിർദ്ദേശം കൂടി ലഭിച്ചതോടുകൂടി അൻവർ മടങ്ങി. അപ്പോൾ ഈ വിഷയം എങ്ങനെയായിരിക്കും? സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ
അവസാനിക്കാനുള്ള സാധ്യത. ഇപ്പോൾ നൽകിയിരിക്കുന്ന അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഈ പറയുന്ന പേരുകളൊന്നും ഇല്ല എന്നിരിക്കെ എന്താകും ഈ അന്വേഷണത്തിൻ്റെ ഗതി എന്ന കാര്യം ഒരുപക്ഷെ മറ്റ് കേസുകൾ പരിശോധിച്ചാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.